നമുക്കിന്ന് കുക്കർ ബിരിയാണി റെഡിയാക്കിയാലോ. നല്ല ഈസിയാണ്. ചൂടായ കുക്കറിലേക്ക് കുറച്ച് ഓയിലും ഗീയും ഇട്ട് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ നല്ലപോലെ സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം ടൊമാറ്റോ അതുപോലെ ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇൻ ബിറ്റ്വീൻ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ 4 ഗ്ലാസ് അരിയാണ് യൂസ് ചെയ്യുന്നത്. ബസ്മതി റൈസാണ്. അതിന് ഒരു 6 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇൻ ബിറ്റ്വീൻ കുറച്ച് യോഗട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അരി ഓൾറെഡി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ നല്ല നോർമൽ നമ്മുടെ ബേസിക് മസാലാസൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്കൊന്നുമില്ല, ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ടുള്ളൂ. അത് നേരെ നമ്മുടെ കുക്കറിലേക്ക് തട്ടുക. അതിനുശേഷം നമ്മുടെ അരിയും കൂടെ കഴുകി മാറ്റി വെച്ച അരിയും കൂടെ ഇടുക. അരി ഇടുന്നതിന് മുന്നേ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് അരി ഇടുക. പിന്നെ മിക്സ് ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ആ ഒരു കുക്കർ ഒന്ന് ലെവലായതിന് ശേഷം കുറച്ച് മല്ലിയില ഒരു ഇഷ്ടത്തിന് ഇട്ടതാണ്. അതപ്പോൾ ഇട്ടില്ലെങ്കിലും മുന്നേ ഇട്ടാലും ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കുക്കർ അടച്ചു വെക്കുക. കറക്റ്റ് 2 വിസിൽ വരുമ്പോൾ കുക്കർ ഓഫ് ചെയ്യുക. ഫുൾ വിസിൽ പോകുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വിട്ട് നല്ല അടിപൊളിയായിട്ട് കുക്കർ ബിരിയാണി റെഡി. ഭയങ്കര ഈസിയാണ്. നോർമൽ ബിരിയാണിയുടെ റെസിപ്പി അല്ല, പക്ഷേ ഇതുപോലെ ഒട്ടും അടിക്കൊന്നും പിടിക്കാതെ ക്ലീനായിട്ട് ഓരോ അരിയും വിട്ട് നമുക്ക് കിട്ടും. നമ്മൾ പിന്നെ സൈഡായിട്ട് ഒരു സാലഡ് കൂടി ഉണ്ടാക്കി. തൈര്, ഒനിയൻ, ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ട് യമ്മി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.